കൊല്ലത്തെ ചെരുപ്പ് ഗോഡൌണിലുണ്ടായ തീപിടുത്തത്തിൽ കോടികൾ വില വരുന്ന ചെരുപ്പുകൾ കത്തിനശിച്ചു. കുറ്റിക്കോണത്ത് പ്രവർത്തിക്കുന്ന മന്ന ഏജൻസിയുടെ ഗോഡൌണിലാണ് തീ പിടിച്ചത്. ആവണീശ്വരത്തു നിന്നും ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് തീ അണച്ചത്. കൊല്ലം കൊട്ടാരക്കരയിൽ KSRTCയും കാറും ഇടിച്ച് അപകടം. ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. യാത്രക്കാർക്ക് പരിക്കില്ല. തിരുവനന്തപുരം പാറശാലയിൽ മിനി ലോറി ടോറസ് ലോറിയിൽ ഇടിച്ച് അപകടം. നെയ്യാറ്റിൻകരയിൽ നിന്നും പാറശാലയിലേക്ക് വരികയായിരുന്ന മിനി ലോറി നിയന്ത്രണം വിട്ട് റോഡിൽ പാർക്ക് ചെയ്ത ടോറസ് ലോറിയിൽ ഇടിക്കുകയായിരുന്നു. മിനി ലോറിയിലെ ഡ്രൈവർക്കും ക്ലീനർക്കും ഗുരുതര പരിക്ക്. കണ്ണൂർ മട്ടന്നൂരിൽ മകൻ ഓടിച്ച ഓട്ടോറിക്ഷ അപകടത്തിൽപ്പെട്ട് അമ്മ മരിച്ചു. കൂത്തുപറമ്പ് പുറക്കളം സ്വദേശി ശ്രീമതിയാണ് മരിച്ചത്. മകൻ അനിൽകുമാറിനെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടം മട്ടന്നൂർ ഭാഗത്തുനിന്ന് തലശ്ശേരിയിലേക്ക് പോവുകയായിരുന്ന കാറുമായി കൂട്ടിയിടിച്ച്. കൊച്ചിയിൽ അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി റെയിൽവേ ഗേറ്റ് അടച്ചിടുമെന്ന് ദക്ഷിണ റെയിൽവേ. എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനും കുമ്പളം റെയിൽവേ സ്റ്റേഷനും ഇടയിലുള്ള പനമ്പള്ളി റെയിൽവേ ക്രോസ് ഗേറ്റ് നാളെ വൈകിട്ട് 6 മണി മുതൽ മറ്റന്നാൾ രാവിലെ 6 മണി വരെ അടച്ചിടും. തിരുനെൽവേലി വന്ദേ ഭാരത് എക്സ്പ്രസിലെ യാത്രക്കാർക്ക് വിതരണം ചെയ്ത ഭക്ഷണത്തിൽ പ്രാണികളെ കണ്ട സംഭവത്തിൽ മാപ്പ് ചോദിച്ച് ദക്ഷിണ റെയിൽവേ. ഭക്ഷണ വിതരണ ഏജൻസിക്ക് റെയിൽവേ 1.5 ലക്ഷം രൂപ പിഴ ചുമത്തി. പ്രാണിയെ കണ്ടത് പ്രഭാത ഭക്ഷണത്തോടൊപ്പം വിളമ്പിയ സാമ്പാറിൽ. തൃശൂർ ഗുരുവായൂർ ശബരിമല തീർത്ഥാടകർക്ക് വിരിവെക്കാൻ പുതിയ പുൽപ്പായകൾ സമർപ്പിച്ചു. അഖില ഭാരത ശ്രീ ഗുരുവായൂരപ്പ സമിതിയാണ് അയ്യപ്പ ഭക്തർക്കായി പുൽപ്പായ സമർപ്പിച്ചത്. അയ്യപ്പന്മാർക്ക് പ്രത്യേക ദർശന സൗകര്യവും ഒരുക്കി. ആലപ്പുഴ ചെങ്ങന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്ര പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി നടത്തിവന്ന അഷ്ടമംഗല ദേവപ്രശ്ന പരിഹാര ക്രിയകൾക്ക് സമാപനം. പരിഹാരക്രിയ ചടങ്ങുകൾക്ക് ക്ഷേത്ര തന്ത്രി വാസുദേവൻ ഭട്ടതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു.